ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ പതിവ് പോലെ എണീറ്റ് അടുപ്പ് കത്തിച്ചു വന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചു ആവി കയറാനായിട്ട്. അതിനുശേഷം എന്താ നൂൽപുട്ടിന് വേണ്ടതൊക്കെ റെഡിയാക്കിയിട്ട് വെള്ളം തിളച്ചപ്പോൾ അത് അടുപ്പത്ത് വെച്ചു കേട്ടോ. നൂൽപുട്ടിന് കറിയായിട്ട് ഇന്ന് ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാൽ ഒഴിച്ച സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നൂൽപുട്ടൊക്കെ വെന്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ പൊന്നൂന് കുറച്ച് പപ്പടം പൊട്ടിച്ച് വറുത്തെടുത്തു സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വാട്ടി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറി ഉണ്ടാക്കി എടുത്തു കേട്ടോ. തലേ ദിവസത്തെ കുറച്ച് കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ടു കേട്ടോ. നല്ലോണം വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിക്കും ചോറ് വെന്ത് കിട്ടാൻ. അപ്പോൾ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചു. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. കോളിഫ്ലവർ കൊണ്ട് ഒരു തട്ടിക്കൂട്ട് മസാലക്കറി ഉണ്ടാക്കിയെടുത്തു. പിന്നെ കായയും പയറും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് അങ്ങനെ അതിന് ഉപ്പേരി കാച്ചിയെടുത്തു. പിന്നെ ഊണൊക്കെ കഴിച്ച് ഒരു 2:30 ആയപ്പോൾ പൊന്നൂനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.